ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യവും അതിൻ്റെ 14-ാമത്തെ വാക്യവും ഒരാൾക്കത് ശബ്ദം ഉയർത്തി വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അതിനുശേഷം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മതി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 14-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെയും പരന്നു. എല്ലാ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടയട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് വളരെ ആഴമായി സംസാരിക്കേണ്ടതിന്, ഈ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനമുണ്ടാകുവാൻ, വചനത്തിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നുവോ അത് ഇന്ന് പകൽ ഇവിടെ ആഴമായി അത് വെളിപ്പെട്ട് വരുവാൻ, ജനത്തിൻ്റെ ഇടയിൽ ആമേൻ അത് സംഭവിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ നമുക്ക് മറക്കാൻ കഴിയാത്ത നല്ലൊരു അനുഭവം പരിശുദ്ധാത്മാവ് തരേണ്ടതിന്, ആരാധനകൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ പോറുകളെയും ദൈവാത്മാവ് ഈ പകൽ ശാസിച്ചിട്ട് വലിയ മഹത്വത്തെ നമ്മുടെ നടുവിൽ കർത്താവ് അയക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഷാറാമൻ ഹന്തര ജഗൽഖമാനിയാം ധര. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ അന്തരീക്ഷത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ അന്തരീക്ഷം മുഴുവനും ദൈവസാന്നിധ്യം കൊണ്ട് നിറയട്ടെ. കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുന്നൊരു അന്തരീക്ഷമായി മാറട്ടെ. എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പൈതങ്ങളുടെ മേലെല്ലാം ദൈവശക്തി ഇന്ന് പകൽ ഇറങ്ങണം. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനം അത് കേട്ടിട്ട് പോകുവാനുള്ളത് മാത്രമല്ല, ആ വചനത്തിൻ്റെ ശക്തി ആഴമായി ശരീരാത്മദേഹിയിൽ അനുഭവിച്ചറിയുമാറ് ഒരു ദൈവപ്രവൃത്തി ഈ പകൽ ഇതിനകത്ത് വെളിപ്പെടുത്തുവാൻ കർത്താവേ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പകൽ തൻ്റെ ജനത്തോട് അരുളി ചെയ്യുവാൻ തന്ന വചനത്തിനായി സ്തോത്രം. ദൈവാത്മാവ് ഈ വചനത്തിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കണം. വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പകൽ ചെയ്യുമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഒട്ടും മുഖവര കൂടാതെ തന്നെ ആമേൻ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 വാക്യങ്ങളാണ്. ഒരധ്യായത്തിൽ നിന്ന് തന്നെ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. 4-ന്റെ 1 പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടെന്ത് ചെയ്തു? മടങ്ങി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 2 മടങ്ങി വരവുകളെ കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. 2 മടങ്ങി വരവുകൾ. ആമേൻ. ഒന്ന്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടെന്ത് ചെയ്തു? മടങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. 2, ആത്മാവിൻ്റെ ശക്തിയോടെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. 2 വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് പകൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വചനത്തിലൂടെ തന്നെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. വ്യക്തിപരമായി തൊട്ട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മനിയോഗത്തിന് വിട്ടുകൊടുക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽ എല്ലാം നന്നായി ചെയ്യട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ ശക്തിയും, നമ്മൾ ഈ 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. എല്ലാവരും പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. 2, ആത്മാവിൻ്റെ ശക്തി. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഡ്യൂട്ടി? എന്താണ് ആത്മശക്തിയുടെ ഡ്യൂട്ടി? ആമേൻ. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പകൽ ചില നിമിഷങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടെന്ത് ചെയ്തു? മടങ്ങി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് എങ്ങോട്ടാണ് മടങ്ങിപ്പോയി? എങ്ങോട്ടാണ് പോയെ? മരുഭൂമിയിലേക്ക് പോയി. എങ്ങോട്ട് പോയി? മരുഭൂമിയിൽ. എന്നാൽ മരുഭൂമിയിൽ നിന്ന് ഗലീലയിലേക്ക് യേശു പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്നു. മരുഭൂമിയിൽ നിന്ന് ഗലീലയിലേക്ക് പോകുന്നത് അതേ പരിശുദ്ധാത്മാവിൻ്റെ
ശക്തിയോടെയാണ്. അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ്. ഈ ദൈവദാസന്മാരൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം, നിറയണമെന്നൊക്കെ പറയാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരെന്ന് കരം ഉയർത്തിയാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മക്കളൊക്കെ നിറഞ്ഞിട്ടില്ല? പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആമേൻ, അതിനകത്ത് നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ദൈവദാസന്മാർ പറയാറുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ആത്മാവിൻ്റെ നിറവ് നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം എന്ന്. അതെന്തിനാ അങ്ങനെ ദൈവദാസന്മാരൊക്കെ എപ്പോഴും തലമുറകളോടും ജനത്തോടൊക്കെ ആത്മാവിൽ നിറയണം, ആത്മാവിൽ നിറയണമൊക്കെ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ പ്രാപിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവ പൈതൽ നിർബന്ധമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ നിർബന്ധമായി പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം, നിറഞ്ഞിരിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ്? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണമെന്ന് പറയാനുള്ള കാര്യം, ഇത് പുതിയ നിയമ ദൈവസഭയുടെ ഉപദേശമാണ്. അതാണ്, ഇത് ദൈവസഭയുടെ ഉപദേശമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ഇത് വേണമെങ്കിൽ പ്രാപിക്കാനുള്ളതല്ല. രക്ഷിക്കപ്പെട്ട ജനം നിശ്ചയമായി ആത്മാവിൽ ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം. ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടാകാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ ചർച്ചിനകത്തുണ്ടാകരുത്. ഈ ദിവസങ്ങളിൽ ആത്മനിറവ് പ്രാപിക്കാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വിഷയം മറ്റ് ഭൗതിക വിഷയങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട്, കർത്താവേ എന്നെ ഒന്ന് ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് എന്ത് ചെയ്യണം, വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുന്നത് വേണമെങ്കിൽ പ്രാപിക്കാനുള്ളതല്ല, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പ്രാപിക്കണം. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ഇത് പുതിയ നിയമ ദൈവസഭയുടെ ഉപദേശമാണ്. നമുക്കറിയാം, പുതിയ നിയമ ദൈവസഭ പണിയപ്പെട്ടത് 7 അടിസ്ഥാന ഉപദേശങ്ങളിലാണ്. 7 അടിസ്ഥാന ഉപദേശങ്ങൾ ഏതൊക്കെയാണ്? മാനസാന്തരം, സ്നാനം, 3 പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അല്ലേ? 4 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വേർപെട്ട് എന്ത് ചെയ്യണം, ആരാധിക്കണം. 5 കൂട്ടായ്മയാചരിക്കണം. 6 അപ്പം നുറുക്കണം. 7 പ്രാർത്ഥന കഴിക്കണം. ഇതാണ് ദൈവസഭയുടെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെടണമെന്നുള്ളതുപോലെ അതേ തലത്തിൽ ഗൗരവമായി നിൽക്കുന്ന ഉപദേശമാണ്. സ്നാനപ്പെട്ട വ്യക്തികൾ നിശ്ചയമായും ആത്മനിറവ് പ്രാപിക്കണം, ആത്മാവിൽ നിറയണം. ആത്മാവിൽ എന്ത് ചെയ്യണം? നിറയണം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെട്ടിരിക്കണം എന്നുള്ളതുപോലെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപദേശമാണ് എന്ത് ചെയ്യണം? ആത്മനിറവ് പ്രാപിക്കണമെന്നുള്ളത്. ആത്മനിറവ്, ഈ ആത്മനിറവാണ് പിന്നീട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വത്രം പറഞ്ഞേ, എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനപ്പെട്ടതോടുകൂടെ എല്ലാം എന്ത് ചെയ്തു? ഞാൻ സ്നാനപ്പെട്ടു, ഇനി എനിക്ക് വേറൊന്നും പേടിക്കാനില്ല. നോ, സ്നാനപ്പെട്ടതിന് ശേഷം ആണ് നമ്മൾ കൂടുതലായി നമ്മുടെ ലൈഫിനെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയാം, വിജയകരമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം ഒരു ദൈവ പൈതലിനെ നയിക്കണമെങ്കിൽ ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. സ്വതന്ത്രം പറഞ്ഞേ, ഞാൻ പറയാം, ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ച് വേർതിരിച്ച് ഈ കൃപയ്ക്കകത്ത് കൊണ്ടുവന്നത് എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള വിജയകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനാണ്. സ്വതന്ത്രം പറഞ്ഞേ, ഇതിനർത്ഥം കഷ്ടതയില്ല, രോഗമില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല, അതല്ല. വിജയിച്ച് ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് ഒരു യഥാർത്ഥ ദൈവ പൈതലെന്നും നല്ല സാക്ഷ്യമായി പട്ടണത്തിനകത്ത് ജീവിക്കണമെങ്കിൽ ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടായേ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി നിറയേണ്ടത് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? എല്ലാവരും പറഞ്ഞ എന്തിനു വേണ്ടിയാണ്? ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ചോദിക്കും, പാസ്റ്ററെ ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടായില്ലെങ്കിൽ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് ചോദിക്കും. പറ്റും. ആത്മാവിൽ നിറഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യാം? ജീവിക്കാം. എന്നാൽ ആത്മനിറവിലുള്ള ജീവിതം വ്യത്യസ്തമായിട്ടുള്ള ജീവിതമാണ്. ആത്മനിറവിലുള്ള ജീവിതം
വളരെ വ്യത്യസ്തമാണ്. ഞാൻ പറയാം, നമ്മെ ഈ പട്ടണത്തിനകത്തുണ്ടാകുന്ന ജാതികളിൽ നിന്ന് വ്യത്യസ്തരായി ദൈവാത്മാവ് നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മൾ സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ മേൽ ആ നിറവുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിറവുള്ളവൻ എന്നും ദേശത്ത് വ്യത്യസ്തനായിരിക്കും. നിറവുള്ളവൻ ദേശത്തെന്നും എന്തായിരിക്കും? ഒരു വ്യത്യസ്തനായിരിക്കും. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയാം, വ്യത്യസ്തമായിട്ടുള്ള ജയകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സഭയോട് പ്രബോധിപ്പിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞേ പറ്റത്തുള്ളൂ. ആത്മാവിൽ നിറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേ? ജീവിക്കുവാൻ വേണ്ടിയിട്ട്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് എന്ത് ചെയ്തു? മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. 40 ദിവസം യേശുക്രിസ്തു എവിടെ ഉണ്ടായിരുന്നു? മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം, 40 ദിവസം യേശുക്രിസ്തു മരുഭൂമിയിൽ എന്തെടുക്കുമായിരുന്നു? പറഞ്ഞ മക്കളെ, 40 ദിവസം എന്തെടുക്കുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ? ഉപവസിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ 40 ദിവസം യേശു കർത്താവ് ഉപവാസത്താലും പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, 40 ദിവസം യേശു ക്രിസ്തു മരുഭൂമിയിൽ ജീവിക്കുകയായിരുന്നു. എന്ത് ചെയ്യായിരുന്നു? ജീവിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് അടുത്തൊരു ചോദ്യം വരും. ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, എങ്ങനെ ജീവിക്കുകയായിരുന്നു? എങ്ങനെ? വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ, ഉണങ്ങി വരണ്ട പ്രദേശത്ത്. കേൾക്കണം, ഈ മരുഭൂമിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മർക്കോസ് 1:12 പറയുന്നുണ്ട്. അവൻ മരുഭൂമിയിൽ സാത്താനാൽ 40 ദിവസവും സാത്താനാൽ എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. അടുത്ത് പറയുന്നു, അവൻ കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു. ആരുടെ കൂടെയായിരുന്നു? കാട്ടുമൃഗങ്ങളോടുകൂടെ. അപ്പം ശ്രദ്ധിക്കണം, ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ, വിട്ടുമാറി ഒന്നു മാറി പരീക്ഷിക്കാൻ വരുന്ന പൈശാചിക ശക്തികളുടെ ഇടയിൽ, കടിച്ചു കീറാൻ നിൽക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ യേശു ജീവിക്കുകയായിരുന്നു. യേശു എന്ത് ചെയ്യായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യമാണോ? സാധാരണ കാര്യമാണോ? ഞാൻ പറയാം, ഇപ്പോൾ 21 ദിവസം 40 ദിവസമൊക്കെ പല സഭകൾ ഉപവാസ പ്രാർത്ഥന എന്ത് ചെയ്യാറുണ്ട്? നടക്കാറുണ്ട്. ഓരോ ദിവസവും മാറി മാറി പ്രസംഗിക്കാൻ വരുന്ന ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ, നല്ല AC ചർച്ചിലും നല്ല ഫാനിൻ്റെ കീഴിലും നല്ല സൗണ്ട് സിസ്റ്റത്തിൻ്റെ കീഴിലും നല്ല ആരാധനയുടെ നടുവിലൊക്കെ 40 ദിവസം ഉപവസിക്കാൻ വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? 40 ദിവസം ഇരിക്കാൻ, അല്ലെങ്കിൽ 7 ദിവസമൊക്കെ 7 ദിവസവും മാറി മാറി നമ്മളെ ശുശ്രൂഷിക്കാൻ ദൈവദാസന്മാരൊക്കെ വരുമ്പോൾ അതിൻ്റെ നടുവിലിരുന്ന് ഉപവസിക്കാൻ എളുപ്പമാണ്. പക്ഷേ മരുഭൂമിക്കകത്ത്, ഒരു സഭയ്ക്കകത്തിരുന്നല്ല യേശു ഉപവസിച്ചേ. ഒരു വീട്ടിനകത്തല്ല, ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോയവർക്കറിയാം, അല്ലെങ്കിൽ മരുഭൂമിയിൽ പോയവർക്കറിയാം, അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെള്ളമില്ലാതെ നിൽക്കാൻ കഴിയത്തില്ല, തൊണ്ട വരണ്ടു പോകും. നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? നിൽക്കാം. പക്ഷേ മണലാരുണ്യത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ തൊണ്ട വരണ്ടു പോകും, നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, നമുക്ക് ഉമിനീര് പോലും ഇറക്കാൻ കഴിയത്തില്ല, ഡ്രൈ ആയി പോകും, നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 40 ദിവസം വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ, വെള്ളവും ആഹാരവും മാത്രം മാറ്റിവെച്ചുകൊണ്ടല്ല യേശു ആടെ നടുവിലാണ്, പിശാചിൻ്റെ ഇടയിൽ. അപ്പോൾ മരുഭൂമിയിൽ ആരുണ്ടായിരുന്നു? കുറച്ച് പറഞ്ഞേ. പിശാചുണ്ടായിരുന്നു. പിശാച് മാത്രമല്ല, കാട്ടുമൃഗങ്ങൾ ആരുണ്ടായിരുന്നു? നിങ്ങൾ മാർക്കോസ് 1:12 പിന്നെ വായിക്കുക. കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു. ഈ നാട്ടിലെ മൃഗങ്ങളെപ്പോലെയല്ല കാട്ടുമൃഗങ്ങൾ. കാട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അക്രമശാലികളാണല്ലേ? അല്ലേ? കാട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ ഇണങ്ങി വരത്തില്ല, അത് കടിച്ചു കീറുന്ന മൃഗങ്ങളാണ്. അപ്പോൾ പിശാചിൻ്റെ ഇടയിൽ, കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ 40 ദിവസം ജീവിക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല. ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ആത്മനിറവുള്ളവനെ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും.
എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ആത്മനിറവുള്ളവനെ പ്രതിസന്ധികൾക്കകത്ത് കൊണ്ടിട്ടാൽ അവിടെ പരാജയപ്പെട്ടല്ല, അവിടെ ജയിച്ചു ജീവിക്കാം. ആത്മനിറവുള്ളവൻ കഷ്ടതയ്ക്കകത്തും ജീവിക്കാം. ആത്മനിറവുള്ളവൻ പിശാചിന്റെ ഇടയിലും ജീവിക്കാം. ആത്മാവിന്റെ നിറവുള്ളവൻ കടിച്ചു കീറാൻ നിൽക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ഇടയിലും ജീവിക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ പകൽ ഞാൻ ആത്മാവിൽ സഭയോട് പറയാം, നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ നിറവുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധികൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിയാത്ത അളവിൽ അതിന്റെ നടുവിൽ നിങ്ങളെ ജീവിപ്പിക്കുന്ന ഞാൻ പറയാം, പലരും പറയുന്നു, പാസ്റ്റർ ഈ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. പല പെന്തക്കോസ്തുകാർ പറയുന്നു, പാസ്റ്റർ ഈ വേദനയുടെ നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ ഞാൻ പറയാം, പ്രതിസന്ധി വലുതായതുകൊണ്ടല്ല, അകത്ത് ആത്മാവിൻ്റെ നിറവില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ആത്മനിറവാകത്തുണ്ടെങ്കിൽ നീ കടന്നു പോകുന്ന ഒരു മരുഭൂമിയോ നിന്നെ മാറി മാറി പരീക്ഷിക്കാൻ വരുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് നിനക്കെതിരെ കടിച്ചു കീറാൻ നിൽക്കുന്ന യാതൊരു വിഷയങ്ങളും ഇതിന്റെയൊക്കെ നടുവിൽ പരാജയപ്പെട്ടല്ല, ഇതിന്റെയൊക്കെ നടുവിൽ തല കുനിച്ചല്ല, ഇതിന്റെയൊക്കെ നടുവിൽ വിജയകരമായിട്ടുള്ള സഭ ഈ പകൽ പ്രാർത്ഥിച്ചോട്ടെ. ഇന്ന് പകൽ എനിക്കറിയാം, ഇതിനകത്ത് ആത്മനിറവോടുകൂടെ ഒരു കൂട്ടത്തെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്നിൽ ചലിക്കുന്ന ആത്മനിറവ് ഏത് സാഹചര്യങ്ങളെയും ജയിക്കാനുള്ള ഒരു കരുത്ത് നൽകും. സ്തോത്രം, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മനിറവുണ്ടെങ്കിൽ നമ്മൾ എവിടെ എന്ത് ചെയ്യും? ജീവിക്കും, ജീവിക്കും. ആത്മനിറവാണ് ഒരു ദൈവ പൈതലിന് പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കാനുള്ള ഒരു കരുത്ത് നൽകുന്നത്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഹായ്, മനസ്സിലായോ? ആത്മനിറവാണ് നമുക്ക് എന്ത് തരുന്നേ? പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കാൻ എന്ത് തരുന്നേ? കരുത്ത് തരുന്നേ. ദാവീദിന്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വന്നു, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിന്റെ മേൽ എന്ത് ചെയ്തു? വന്നു. ദൈവാത്മാവ് ദാവീദിന്റെ മേൽ വന്നു. ദ സെയിം ടൈമിൽ ശൗലിന്റെ ലൈഫിൽ അശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വന്നു. ഈ ആത്മനിറവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ശുശ്രൂഷിക്കാനുള്ളതല്ല. എന്താണ് ശുശ്രൂഷിക്കാനുള്ളത്? അല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ജീവിക്കാനുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശുശ്രൂഷിക്കാനുള്ളതാണ്. ഒരു കാര്യം പറയാം, നിറവിൽ ജീവിക്കണം. എല്ലാവരും പറഞ്ഞേ, നിറവിൽ ജീവിക്കണം. ആത്മനിറവിൽ എന്ത് ചെയ്യണം? ജീവിക്കണം. ആത്മശക്തിയിൽ ശുശ്രൂഷിക്കണം. ആത്മാവിൻ്റെ നിറവ് ജീവിക്കാനുള്ളതാണെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ശുശ്രൂഷിക്കാനുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? പോയി. കേൾക്കണം, മരുഭൂമിയിൽ 40 ദിവസം യേശു ശുശ്രൂഷിക്കുകയായിരുന്നില്ല. യേശു ശുശ്രൂഷ ചെയ്തോ? ഇല്ല. ശുശ്രൂഷ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കർത്താവിന് എന്ത് ചെയ്തു? കിട്ടി. എന്താണെന്നറിയാവോ? കല്ലിനെ അപ്പമാക്കാനുള്ള ശുശ്രൂഷ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തു? കിട്ടി. ഞാനത് പിന്നെ വരാം. പക്ഷേ യേശു അവിടെ എന്ത് ചെയ്തില്ല? ശുശ്രൂഷിച്ചില്ല. എന്നാൽ മരുഭൂമിയിൽ നിന്ന് ഗലീലയിലേക്ക് യേശു പോകുന്നത് ആത്മാവിൻ്റെ ശക്തിയോടെയാണ്. കേൾക്കണം, ഗലീല മുതൽ യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നിങ്ങളവിടെ ശ്രദ്ധിക്കണം. മരുഭൂമിയിൽ നിന്ന് യേശു കർത്താവ് എങ്ങോട്ട് പോകുന്നു? ഗലീലയിൽ. ഗലീലയിലെ കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയാണ് യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ ആത്മനിറവിൽ നിന്നപ്പോൾ യേശു എന്ത് ചെയ്തില്ല? മിനിസ്റ്റർ ചെയ്തില്ല. ശുശ്രൂഷ ചെയ്തില്ല. മരുഭൂമിക്കകത്ത് ജീവിച്ചു. ആത്മനിറവിൽ എന്ത് ചെയ്തു? ജീവിച്ചു. എന്നാൽ നിറവിൽ നിന്ന് എപ്പോൾ ശക്തിയിലോട്ട് കയറിയോ
അപ്പോൾ മുതലാണ് ശുശ്രൂഷിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം ശക്തിയില്ലാതെ ശുശ്രൂഷിക്കാൻ എന്ത് ചെയ്യരുത്? പാടില്ല. നിറവിൽ ജീവിക്കണം, പറഞ്ഞേ, ശക്തിയിൽ ശുശ്രൂഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആത്മാവിൻ്റെ നിറവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യങ്ങളും ജയിക്കാനും കഴിയും. ഞാൻ ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് രാത്രി സെക്ഷൻ ഉണ്ടല്ലോ പാസ്റ്റ്, രാത്രി ഉണ്ടല്ലേ? ഓക്കെ, രാത്രിത്തെ സെക്ഷനിൽ നമുക്ക് ശക്തിയെക്കുറിച്ച് ചിന്തിക്കാം. സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിനകത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു ആഴമായിട്ട് ഞാൻ പഠിക്കാം. സ്തോത്രം. അപ്പോൾ ആത്മനിറവിൽ നമ്മൾ ജീവിക്കണം. ആത്മനിറവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയും. നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആത്മാവിൻ്റെ നിറവ്. ആത്മനിറവിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി തരുന്നതാണ് പരിശുദ്ധാത്മാവ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവയർനെസ് തരുന്നതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളെ സുബോധത്തിൽ ജീവിക്കുവാൻ നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. എങ്ങനെ? സുബോധത്തിൽ. ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ആത്മനിറവുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികൾക്കകത്തും ജീവിക്കാൻ കഴിയും. ഏത് പ്രതികൂലത്തിനകത്തും ആത്മനിറവുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ കഴിയും. എങ്ങനെ? തല കുനിച്ചല്ല, തല ഉയർത്തി ജീവിക്കാൻ കഴിയും. ശത്രുക്കൾ പെരുകിയാലും നമുക്ക് ജീവിക്കാൻ കഴിയും. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബൈബിൾ പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ലൈഫിൽ കയറി വരുന്ന ചില പ്രതിസന്ധികളുണ്ട്. ശത്രു ദുഷ്ടൻ്റെ തീയമ്പുകൾ. അപ്പോൾ ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ തകർക്കാൻ വരുന്ന തീയമ്പുകളുണ്ട്. എന്തുണ്ട് മക്കളെ? എന്നെ ശ്രദ്ധിക്കണേ. എന്തുണ്ട്? തീയമ്പുകൾ. ഈ തീയമ്പിനെ തകർക്കുന്നത് എന്തു വെച്ചാ തകർക്കുന്നേ? എന്തു വെച്ചപ്പോൾ? അല്ലല്ല, വിശ്വാസമെന്ന, കുറച്ച് പറഞ്ഞേ, വിശ്വാസമെന്ന പരിച വെച്ചാണ്. എന്തു വെച്ചാണ്? കുറച്ച് പറഞ്ഞേ. വിശ്വാസമെന്ന പരിച വെച്ച് എന്തിനെ തകർക്കാൻ പറ്റും? തീയമ്പുകൾ. ഈ തീയമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്പ് നമുക്കറിയാലേ, അമ്പും വില്ലും. മക്കളെ കണ്ടിട്ടുണ്ടോ? അമ്പും വില്ലും കണ്ടിട്ടുണ്ടോ? ബുക്കിൽ കണ്ടിട്ടുണ്ടോ? പുസ്തകത്തിൽ, പാഠപുസ്തകത്തിലൊക്കെ കണ്ടിട്ട് കാണും അല്ലേ? എനിക്കൊന്നും അത് പറഞ്ഞപ്പോൾ മോന് മനസ്സിലായി കാണത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ ഇച്ചിരി കൂടെ മുതിർന്ന പിള്ളേരാണ്. അമ്പും വില്ലും എന്ന് പറഞ്ഞാൽ ഒരു വില്ലിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുന്നേ. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ, ഫോണിൽ കാണിച്ചു തരാം, വരണം. ഓക്കെ. തീയമ്പുകൾ. ഈ തീയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പിൻ്റെ അഗ്രഭാഗത്ത് അതിൻ്റെ മുനയിൽ അവിടെ തീ കത്തിക്കും. എന്നുണ്ട്? തീയുണ്ട്. ഈ അമ്പ് ചെന്ന് വീടുന്ന സ്ഥലം മുഴുവനും പെട്ടെന്ന് തീ കത്തി അതെല്ലാം പടരും. തീ അമ്പെന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ മുഴുവനും നശിപ്പിക്കുന്നതാണ് തീയമ്പ്. ഇതുപോലെ നമുക്കെതിരെ വരുന്ന അമ്പുകളുണ്ട്. നമുക്കെതിരെ വരുന്ന അമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. നമുക്ക് വേറെ വരുന്ന അമ്പെന്ന് പറഞ്ഞാൽ ഈ ലിറ്ററലി വരുന്ന ഒരു അമ്പും വില്ലിൽ നിന്ന് വരുന്ന അമ്പല്ല. നമ്മെ ഉപദ്രവിക്കുവാൻ, നമ്മെ വേദനിപ്പിക്കുവാൻ, നമ്മെ സങ്കടപ്പെടുത്തുവാൻ, നമ്മെ മുറിവേൽപ്പിക്കുവാൻ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം അമ്പാണ്. അതെല്ലാം എന്താണ്? അമ്പാണ്. ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിൽ വരുന്ന അമ്പെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അമ്പല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് അമ്പായിട്ട് വരുന്നത് ചിലപ്പോൾ നമ്മുടെ മക്കൾ അമ്പായിട്ട് മാറും. ആര്? നമ്മുടെ മക്കൾ അമ്പായിട്ട് മാറും, നമ്മുടെ ഭർത്താവ് അമ്പായിട്ട് മാറും, ഭാര്യ അമ്പായിട്ട് മാറും, അയൽവക്കക്കാരമ്പായിട്ട് മാറും, സ്നേഹിതരമ്പായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഏതൊരു വ്യക്തിയാണോ നിനക്കെതിരെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് അത് നിന്നെ നശിപ്പിക്കാനുള്ള അമ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഏത് അമ്പിനെയും തടഞ്ഞു നിർത്താൻ നമുക്ക് ഒരു അതിനെ പ്രതിരോധിക്കുന്ന, അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ആയുധമുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഇപ്പോൾ ഒരു തോക്കുണ്ടെങ്കിൽ തോക്കിനകത്തൂടെ വരുന്നത് ബുള്ളറ്റാണ് വരുന്നത് അല്ലേ?
ആ തോക്കിൽ നിന്ന് വരുന്ന ബുള്ളറ്റ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കുവാൻ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്കെതിരെ വരുന്ന അമ്പുകളെയും വാളുകളെയും ആയുധങ്ങളെയും നമ്മുടെ ശരീരത്തിൽ തടയാതിരിക്കാൻ വിശ്വാസമെന്ന പരിചയമുണ്ട്. വിശ്വാസമെന്ന പരിചയമുണ്ട്. അത് പുതിയ നിയമഭാഷയിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ വിശ്വാസം എന്ന പരിചയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ആത്മാവിൻ്റെ നിറവാണ്. ആത്മനിറവാണ്. ആത്മാവിൻ്റെ നമ്മൾ ജീവിക്കേണ്ടത് ആത്മനിറവിലാകണം എന്ന് പറഞ്ഞാൽ നമ്മെ കവർ ചെയ്യേണ്ടത്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അതാണ് ഞാൻ പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളെ ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുപോകാം. പഴയ നിയമത്തിൽ 3-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 3-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്. എന്നറിയോ? യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എൻ്റെ വൈരികൾ പെരുകിയിരിക്കുന്നു. അടുത്ത പദം, എന്നോട് എതിർക്കുന്നവർ അനേകം പേരാകുന്നു. എന്നോട് എതിർക്കുന്നവർ എത്ര പേരാണ്? എണ്ണമില്ല. എന്നോട്. അപ്പോൾ ദാവീദിന് ചുറ്റും അമ്പാണ്, ഒരമ്പല്ല. ഒരമ്പാണോ? അല്ല. ദാവീദിനെതിരെ ഇങ്ങനെ അമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. യഹോവ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. അടുത്ത പദം, എന്നോട് എതിർക്കുന്നവർ അനേകം പേരാകുന്നു. ഇതിന് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു പദം, ദാവീദിനെ നോക്കി നാട്ടുകാർ പറയുന്നൊരു പദം ദാവീദ് പറയാം. അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 1-2 പേരല്ല, എന്നെക്കുറിച്ച് പലരും പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴാ ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ലെന്ന് ദാവീദിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞത്? വൈരികൾ പെരുകിയപ്പോൾ. വൈരികൾ പെരുകിയപ്പോൾ, എതിർക്കുന്നവർ പെരുകിയപ്പോൾ, തൻ്റെ ലൈഫിനകത്ത് ആയുധങ്ങൾ ഒന്നു മാറി നേരെ വരാൻ തുടങ്ങിയപ്പോൾ ഇത് കണ്ട നാട്ടുകാർ പറയാണ്, അദ്ദേഹത്തെ ദൈവം വരെ ഉപേക്ഷിച്ചു, ഇനി രക്ഷയില്ല. ഞാൻ ആ ഭാഗം പഠിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. യഹോവ, ഇതാ ഒരു ചോദ്യമാണ്, യഹോവ, എൻ്റെ വൈരികൾ എത്രത്തോളം പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ദാവീദിന് കാരണമില്ലാതെ ശത്രുക്കൾ പെരുകുകയാണ്. തനിക്ക് പോലും വ്യക്തിപരമായി അറിഞ്ഞൂടാത്തവർ വരെ തൻ്റെ ശത്രുക്കളായി മാറുന്നു. അതെങ്ങനെ? നമ്മൾ ഇതുവരെ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത പല വ്യക്തികൾ നമ്മുടെ ശത്രുക്കളാണ്. അവർക്കൊരു പക്ഷേ നമ്മളെക്കുറിച്ചുള്ള കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ നമ്മെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി നമുക്ക് ശത്രുവായി മാറുന്ന എങ്ങനെയെന്നറിയാമോ? ഇപ്പോൾ ജിബിൻ എന്ന് പറയുന്ന പാസ്റ്റർ, ഞാൻ ശുശ്രൂഷ തലത്തിൽ അത്യാവശ്യം കുറച്ച് പേർക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് പേർക്ക് എന്നെ അറിയാം. ഒരു പക്ഷേ എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പലരും എന്നെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ കാണും. ചിലർ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ എന്നെക്കുറിച്ച്. അപ്പോൾ എന്നെക്കുറിച്ച് കേട്ടറിവുള്ള ഒരാൾ എന്നെ അറിയാവുന്നുള്ളൊരു വ്യക്തി വന്ന് എന്നെക്കുറിച്ച് കേട്ടറിവുള്ള ഒരാൾ പറയണേ, അദ്ദേഹം ശരിയല്ല കേട്ടോ, പുള്ളി പാസ്റ്റാണ്, പക്ഷേ പുള്ളി ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പുള്ളിക്ക് എന്നോട് അകൽച്ച ഉണ്ടാകും. ആദ്യമായിട്ട് എന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ച് കാണേണ്ടി വന്നാൽ പുള്ളി എനിക്ക് വന്നൊരു കൈ തരാൻ പറയടേ, മറ്റേ പുള്ളി പറഞ്ഞ ആളാണ് കേട്ടോ, അത് മനസ്സിലായോ? എനിക്ക് എൻ്റെ ആയുസിൽ എന്നെ മുഖാമുഖമായി കണ്ടിട്ടില്ല, എനിക്ക് കൈ തന്നിട്ടില്ല, ഞാനുമായിട്ട് ഇടപെട്ടിട്ടില്ല. പക്ഷേ ആ വ്യക്തി എനിക്ക് വിരോധമായി എന്ത് ചെയ്യാണ്? കേൾക്കണം, അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് കിട്ടിയ റോങ് ആയിട്ടുള്ള മെസ്സേജ് എന്നോട് ഇടപെട്ടിട്ടില്ല. പക്ഷേ ആ പുള്ളി നാളെ എൻ്റെ പേര് വേറൊരാൾ എടുത്തിട്ടപ്പോൾ ആ പുള്ളിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആ പുള്ളി ശരിയല്ലെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വൈരികൾ പെരുകും. വൈരികൾ ഇത് പെരുകുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വാക്യത്തിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ ദാവീദ് പറയുന്നു, യഹോവ, എൻ്റെ വൈരികൾ എത്രത്തോളം പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകം പേർ ആകുന്നു. ഇത് പറഞ്ഞിട്ട് അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും. അപ്പോൾ ഇത്രത്തോളം വൈരികൾ പെരുകുവാനും ഇത്രത്തോളം എതിർക്കുന്നവർ പെരുകുവാനും എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. നാം പോലും അറിയാതെ നമുക്ക് നേരെ എതിർക്കുന്ന പലരുമുണ്ട്.
ഇന്ന് പകൽ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോഴും എനിക്കെതിരെ എതിർക്കുന്ന പലരും കാണും. എല്ലാവർക്കും ജിബിൻ പാസ്റ്ററിനെ കുറിച്ച് നല്ല അഭിപ്രായം വേണമെന്നില്ല. സ്വത്രം പറഞ്ഞേ, എന്നെക്കുറിച്ച് ആരെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിട്ടുള്ള ഒരു ആരോപണമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ മതി, അദ്ദേഹം എൻ്റെ വഴികളെ അടച്ചുകൊണ്ടിരിക്കുക. എന്നെക്കുറിച്ച് പറയുന്നിടത്തല്ല എനിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് സ്വതന്ത്രം പറഞ്ഞേ, അത് ഞാനൊരു ശുശ്രൂഷ തലത്തിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുവാനുള്ള ഒരു എക്സാമ്പിൾ പറയുന്നതാ. ഇങ്ങനെയുള്ള ഫൈറ്റിങ്സ് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ നമുക്കെതിരെ എതിർക്കുന്നു, നമ്മുടെ വഴിയെ അടയ്ക്കുന്നു, നമുക്ക് വിരോധമായി സംസാരിക്കുന്നു. ആയുസ് നമ്മളെ കണ്ടിട്ടില്ല, നാമുമായിട്ട് കൈ കൊടുത്തിട്ടില്ല, നാമുമായിട്ട് ഇടപെട്ടിട്ടില്ല. പക്ഷേ നമ്മെക്കുറിച്ചുള്ള കേട്ടറിവുകൾ വെച്ചു മാത്രം നമ്മോട് എതിർക്കുന്ന വൈരികളുണ്ട്. അങ്ങനെ എതിർക്കണമെങ്കിൽ, അങ്ങനെ വൈരികൾ എഴുന്നേൽക്കണമെങ്കിൽ ശ്രദ്ധിക്കണം, അതിൻ്റെ ഉറവിടമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹോൾഡ് ഉണ്ട്, ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ദാവീദിന് വൈരികൾ പെരുകിയതിൻ്റെ കാരണം, തന്നോട് എതിർക്കുന്നവർ അനേകം പേര് ആയതിൻ്റെ കാരണം പഠിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. അത് വാക്യമായിട്ടില്ല, 3-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിനകത്ത് കിടപ്പുണ്ട് കാര്യം. ആ സങ്കീർത്തനം താൻ എഴുതിയതിൻ്റെ പശ്ചാത്തലമാണ് കിടക്കുന്നത്. എന്താ കാരണം? 3-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. സ്വന്തം മകൻ്റെ മുമ്പിൽ നിന്ന് അപ്പൻ ഓടിയപ്പോൾ പാടിയ സങ്കീർത്തനം. അപ്പോൾ ശ്രദ്ധിക്കണം, ദാവീദിന് ഇവിടെ അമ്പായിട്ട് നിൽക്കുന്നത് വേറെ ആരുമല്ല, ദാവീദിൻ്റെ അമ്പ് തൻ്റെ മോനാണ്. ആരാണ്? തൻ്റെ മകൻ. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ നോക്കണം, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് ആരാണോ ഇരിക്കുന്നത് അത് അമ്പാണ്. നിങ്ങളെ ആരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേദനിപ്പിക്കുന്നത്? ന്യായമല്ലാത്ത കാരണത്താൽ പലതും പറഞ്ഞ് നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ട് മാത്രം, നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ തകർച്ച കാണാൻ വേണ്ടിയിട്ട് മാത്രം ആരാണോ ഉപയോഗിക്കുന്നത് അതാണ് അമ്പ്. ദാവീദിന് ഇപ്പോൾ അമ്പായിട്ട് എഴുന്നേറ്റത് ഗോലിയാത്തല്ല. ഗോലിയാത്തിനെയൊക്കെ അടിച്ച് തകർത്തു. ഇപ്പോൾ ദാവീദിന്റെ അമ്പ് തൻ്റെ രക്തത്തിൽ നിന്ന് പിറന്നു വീണ തൻ്റെ തലമുറയായ അബ്ശലോം. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ കൂടാരത്തിനകത്തുള്ളവർ നമുക്കെതിരെ ഒരമ്പായി മാറിക്കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു വ്യക്തി എഴുന്നേൽക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയാണ് നമ്മുടെ കൂടെയുള്ളവർ അമ്പായി മാറും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പുറത്തുള്ള എത്ര വ്യക്തികൾ എഴുന്നേറ്റ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും, പക്ഷേ കൂടെയുള്ളവർ, രക്തത്തിൽ നിന്ന് പിറന്നു വീണ തലമുറകളാകട്ടെ, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമുക്കെതിരെ അമ്പായി കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ ശക്തി വലുതാണ്. പുറത്തു നിന്നൊരു 20 ശക്തി വരുന്നതിനേക്കാളും അപ്പുറമാണ് കൂടെയുള്ള ഒരാൾ എഴുന്നേറ്റാൽ മതി. ദാവീദിനെ തകർക്കാൻ പുറത്തുള്ള അമ്പുകൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, കഴിഞ്ഞില്ല. ശൗല് പുറകെ നടന്നു, കുത്താൻ വേണ്ടിയിട്ട് തന്നെ കുത്തിക്കൊല്ലാൻ പുറകെ കുന്തമായിട്ട് എന്ത് ചെയ്തു, കൊണ്ട് നടന്നു. എന്നിട്ട് പോലും ദാവീദിനെ തൊടാൻ പറ്റിയില്ല. പക്ഷേ ദാവീദ് ഒരു തലത്തിൽ പുറത്ത് നിന്ന് ശക്തികളെ എഴുന്നേൽപ്പിച്ചിട്ട് തന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന് പൈശാചിക മണ്ഡലങ്ങൾ കണ്ടപ്പോൾ തൻ്റെ കൂടാരത്തിനകത്ത് നിന്ന് തൻ്റെ തലമുറയെ തനിക്കെതിരെ എഴുന്നേൽപ്പിച്ച് തീർത്തുകയാണ്. അതാണ് ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ. ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും തലമുറകളെ കണ്ട അപ്പന്മാർ ഓടാറുണ്ടോ? ഓടൂ. ഈ അപ്പന്മാർ വരുമ്പോഴാണ് ആരോടുന്നത്? മക്കള് ഓടുന്നത്. ഇവിടെ ഒരപ്പൻ മകനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? ഓടുകയാണ്. പേടിച്ചോടുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം,
ഈ മകനെ കണ്ടിട്ട് പേടിച്ചോടുന്നത് അല്ല. പിന്നെ എന്തുകൊണ്ട് ഓടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാം. അപ്പൻ ഇപ്പോൾ ആ മകൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പനും മോനും കൂടെ അടിക്കുന്നത് നാട്ടുകാർ കാണേണ്ടി വരും. അപ്പനും മോനും കൂടെ അടി കൂടുന്നത് ആര് കാണും? ഞാൻ പറയാം, ചില സംഘർഷങ്ങൾ ഒഴിവാകണമെങ്കിൽ ചില സ്ഥലത്ത് നിന്ന് നമ്മൾ മനഃപൂർവമായി മാറി നിൽക്കണം. ഞാൻ പറഞ്ഞ പദം മനസ്സിലാകുന്നുണ്ടോ? ചില വലിയ യുദ്ധങ്ങൾ മാറണമെങ്കിൽ നാം മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യണം? ചെന്ന് കയറിക്കഴിഞ്ഞാൽ അടി, നമ്മുടെ വീട്ടിൽ നടക്കുന്ന അടി നാട്ടുകാർ മുഴുവൻ എന്ത് ചെയ്യും? മനസ്സിലാകുന്നുണ്ടോ? കാരണം അപ്പൻ ഓടിയത് എപ്പോഴാണെന്നറിയോ? ദാവീദിന്റെ സ്ഥാനത്ത് വേറെ ഏതപ്പനാണേലും വീട്ടിൽ പോയി ബഹളം വയ്ക്കും. അപ്പൻ ഏത് വാർത്ത അറിഞ്ഞിട്ടാണെന്നറിയാമെന്നറിയോ താൻ ഓടിയത്? സ്വന്തം മകനായ അബ്ശലോം അപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴാണ് ഓടിയത്. അവന് പടയാളികളില്ലാത്തത് കൊണ്ടല്ല, യോദ്ധാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല. ദാവീദ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ശലോമിനെ കൊല്ലാൻ പ്രാപ്തിയുള്ള പടയാളികൾ തന്നോടൊപ്പം ഉണ്ട്. എന്നിട്ടും താൻ എന്ത് ചെയ്തു? ഓടി. കാര്യം എന്നറിയോ? ഓടിയതിൻ്റെ കാരണം ഇപ്പോൾ ദാവീദിന് വിരോധമായി നിൽക്കുന്നത് പുറത്തുള്ള ശക്തിയല്ല, അകത്തുള്ള ശക്തിയാണ്. ഈ അകത്തുള്ള ശക്തികളോട് രാജാവായാലും വാളുകൊണ്ട് നേരിടാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് വേണ്ടത് കയ്യിൽ വാളല്ല, പരിചയമാണ് വേണ്ടത്. നീ വാളെടുക്കേണ്ടത് വാളെടുക്കണം, പരിചയം എടുക്കേണ്ടടുത്ത് പരിചയം എടുക്കണം. സ്വത്രം പറഞ്ഞേ, സ്വത്രം പറ. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിചയമാണെങ്കിൽ വചനം അത് വാളാണ്. വചനമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടുന്ന നാക്കിനകത്തുണ്ടാകുന്ന അധികാരം. നിങ്ങൾ കേൾക്കണേ, ഈ ദാവീദിനെ ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കും, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു വിടാം. ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തൻ്റെ മകനായ അബ്ശലോം തീരുമാനിച്ചപ്പോൾ ഈ വിവരം ദാവീദിൻ്റെ പടനായകന്മാരെല്ലാം എന്ത് ചെയ്തു? അറിഞ്ഞപ്പോൾ ദാവീദ് തൻ്റെ പടനായകന്മാരോട് പറഞ്ഞൊരു പദമുണ്ട്: അബ്ശലോമിന് ഒന്നും എന്ത് ചെയ്യരുത്. പറഞ്ഞില്ലേ അച്ഛാ? അവനെ മാത്രം ഒന്നും എന്ത് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? സ്വത്രം പറഞ്ഞേ. അവിടെ ദാവീദ് വാളെടുത്തില്ല. എന്തെടുത്തില്ല? സ്വത്രം പറ. നമ്മുടെ പ്രശ്നം എന്നറിയോ? വെളിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് ചെറുക്കാനുള്ള പരിചയമാണോ വാളാണോ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ പരിചയം എടുക്കേണ്ടടുത്ത് വാളും എടുത്തു വെച്ചുകൊണ്ട് നിൽക്കും. വാളെടുക്കേണ്ടടുത്ത് പരിചയം. മനസ്സിലാവുന്നുണ്ടോ? സ്വത്രം പറ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ. എനിക്കറിയാം ഈ ദൂത് ചിലരുടെ ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ കരത്തിൽ തരുന്ന ആയുധങ്ങളെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ഇത് ആത്മാവിന് മാത്രമേ ആ ഒരു ജ്ഞാനം തരാൻ പറ്റത്തുള്ളൂ. നിന്റെ നേരെ വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ പരിചയം എടുക്കണമോ വാളെടുക്കണമോ എന്ന് നിനക്ക് തരുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത്. ഇത് ജീവിക്കാനുള്ളതാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ. ചില കഷ്ടതകൾ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. ചില വേദനകൾ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. നമുക്ക് പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റത്തില്ല, പ്രാർത്ഥിച്ച് തടയാൻ പറ്റത്തില്ല. ചിലത് നമ്മുടെ ലൈഫിൽ വരും. നമ്മുടെ ലൈഫിൽ വരുന്നത്, ആ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ജീവിക്കണം. പക്ഷെ അവിടെ അതിപ്രധാനപ്പെട്ട കാര്യം അവിടെ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് വിഷയം. നമുക്ക് ജീവിക്കണമെന്നറിയാം, പക്ഷേ ആ സാഹചര്യത്തിന് നടുവിൽ എങ്ങനെ ജീവിക്കണമെന്ന്, ആ സാഹചര്യത്തിന്റെ നടുവിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള ബോധ്യം തരുന്നതാണ് ആത്മനിറവ്. ആത്മനിറവ് എന്ന് പറഞ്ഞത് സഭയിൽ വന്ന് 2 പാട്ട് പാടി കൈയടിച്ച് 2 അന്യഭാഷ പറഞ്ഞിട്ട് പോകുന്നതല്ല ആത്മനിറവ്. നിന്റെ ലൈഫിനകത്ത് വരുന്ന മരുഭൂ പ്രയാണത്തിന്റെ അവസ്ഥ, മാറി മാറി പരീക്ഷിക്കാൻ വരുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ ഇടയിൽ, നിനക്കെതിരെ കടിച്ചു കീറാൻ വരുന്ന കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ, അവൻ വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട പ്രദേശങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള ബോധ്യം തരുന്നതാണ് ആത്മാവിന്റെ നിറവെന്ന് പറയുന്നത്.
എൻ്റെ മുമ്പിലിരിക്കുന്ന 3 കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ ആത്മാവിൽ നിറയണം കേട്ടോ മക്കളെ. നിങ്ങൾ യൗവനക്കാരികളായ കുഞ്ഞു വൈദങ്ങളാണ്. ഈ തലമുറയിൽ നിങ്ങൾക്കെതിരെ വരുന്ന ദുഷ്ടശക്തികളെ നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളുടെ യൗവന പ്രായത്തെ തുച്ഛീകരിക്കുവാൻ, നിങ്ങളുടെ ഭാവികളെ ഇല്ലായ്മ ചെയ്തു കളയുവാൻ കയറി വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ, മാനുഷിക ശക്തികളെ അതിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ആത്മനിറവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ മോനെ. ആത്മനിറവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയും. എനിക്കറിയാം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ പകലിൽ ഇതിനകത്തിരിക്കുന്ന ജനത്തിന്റെ ആത്മാവിന്റെ നിറവിനെ കരമടിച്ചൊന്ന് ആരാധിച്ചോ, ചില മിനിറ്റുകൾ കരമടിച്ച് ആരാധിച്ചോ. എനിക്കറിയാം സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഏതു സാഹചര്യത്തിന് നടുവിലും എങ്ങനെയാണ് ജീവിക്കണമെന്നുള്ള ബോധ്യം, ആത്മനിറവ് ഇന്ന് പകൽ ജനത്തിന്റെ മേൽ നൽകുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മോനെ? ഇങ്ങോട്ടിരുന്നോട്ടെ, ചിരിഞ്ഞോട്ടിരുന്നോ മോനെ, എനിക്കൊന്ന് കാണണം കുറച്ചുകൂടെ. വെരി ഗുഡ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യം തരുന്നതാണ് ആത്മാവിൻ്റെ നിറവ്. ശ്രദ്ധിക്കണം, അവിടെ ഈ ഒരു വിഷയത്തെ സ്വന്തം മകൻ ദാവീദിന് വിരോധമായി നിന്നപ്പോൾ താൻ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്തത് വളരെ എന്നെ ചിന്തിപ്പിച്ചു. താൻ അവിടെ തൻ്റെ ശക്തിയല്ല ഉപയോഗിച്ചത്. ഈ ശക്തിയുള്ള ആൾക്കാർ ആദ്യം ശക്തി ഉപയോഗിക്കത്തുള്ളൂ, ബുദ്ധി എന്ത് ചെയ്യത്തില്ല. അവർ കയറി അങ്ങ് അടിച്ച് നിരത്തി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, കൈവിട്ട്. നമുക്ക് ഉപയോഗിക്കാൻ എത്ര ശക്തി ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് പരിജ്ഞാനമാണ്. എന്തുപയോഗിക്കണം? എന്നെ ശ്രദ്ധിക്കണേ, എന്തുപയോഗിക്കണം പറഞ്ഞേ? പരിജ്ഞാനം. ഞാൻ ഇന്ന് പകൽ പറയാം, ദാവീദ് മറ്റേ കല്ലെറിഞ്ഞ് ഗോലിയാത്തിനെ വീഴ്ത്തിയ കാര്യമല്ല പറയുന്നത്. ഈ തലമുറയുടെ ദൂതാ ഞാൻ പറയുന്നത്. പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ആനുകാലികമായിട്ടുള്ള ദൈവശബ്ദ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അല്ലാതെ ഗോലിയാത്തിനെയും ദാവീദിനെയും കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം എങ്ങനെ ജീവിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ വേദനിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തലമുറകളെ കൊണ്ടാണ്. ചില തലമുറകളോട് ചോദിക്കുക അവർ വേദനിക്കുന്ന ആരെക്കുറിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അപ്പനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് വേദനിക്കുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അപ്പനും അമ്മയും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമുക്കെതിരെ വരുന്ന അമ്പുകൾ ഇന്ന് പുറത്തല്ല, അമ്പുകളല്ല അകത്താണ്. ഇന്ന് അമ്പുകളൊക്കെ പണ്ട് കാലങ്ങളിലായിരുന്നു ഈ അയൽവക്കക്കാരുമായിട്ടുള്ള അടിയൊക്കെ ഒത്തിരി കൂടുതൽ. ഇപ്പം എല്ലാവരും 4 ചമരൊക്കെ കെട്ടി അവിടെ കാര്യം മാത്രം നോക്കി. നമ്മുടെ വീട്ടിനകത്തൊരു വിളി നടന്നാൽ പോലും തൊട്ടടുത്തുള്ളവർ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. പ്രത്യേകിച്ച് സിറ്റി ലൈഫിനകത്ത് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരാണല്ലേ. നമ്മൾ രാവിലെ ജോലിക്ക് ഇറങ്ങാൻ നേരത്തായിരിക്കും അവരിറങ്ങുന്നത് കാണാം. ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പോവാണ്. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന, അപ്പുറത്തെ ചുമലിൽ താമസിക്കുന്ന ആളുടെ പേര് പോലും അറിയാത്തവർ ഉണ്ട്. ഞാൻ താമസിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ അറിയാം, പക്ഷേ അതിൻ്റെ ബാക്കിലോട്ടുള്ളവരെ പേര് പോലും എനിക്കറിയത്തില്ല. പലരും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ പലരും ആ വീടിനകത്തോട്ട് കയറി പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർ എവിടെയാണ് താമസിക്കുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം പണ്ടത്തെ കാലം പോലെയല്ല. പക്ഷേ പുറത്തുള്ള അമ്പുകൾ കുറഞ്ഞപ്പോൾ ഇന്ന് അമ്പുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് വീട്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാൽ പുറത്തുള്ള നാട്ടുകാരായിട്ട് പ്രശ്നം ഉണ്ടാക്കും, വീട്ടിൽ ഇരുന്നാൽ വീട്ടുകാരുമായിട്ട് പ്രശ്നമാണ്, എവിടെ പോയാലും പ്രശ്നമുണ്ട്. മനസ്സിലായോ? പണ്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, പുറത്തുള്ള ആൾക്കാരുമായിട്ട് എന്താണ് പ്രശ്നം. ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് വീട്ടിനകത്താണ് പ്രശ്നം. പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല പ്രിയരെ. പക്ഷേ ഒരു പ്രശ്നത്തെ എങ്ങനെ അതിനെ അതിജീവിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ദാവീദിന് പുറത്തുള്ള പ്രശ്നമെല്ലാം കഴിഞ്ഞു. ഗോലിയാത്തിൽ നിന്നുള്ള ഫൈറ്റ് കഴിഞ്ഞു, ശൗലിൽ നിന്നുള്ള ഫൈറ്റ് കഴിഞ്ഞു,
ഫെലിസ്ത്യ ശക്തികളുടെ മേലുള്ള ഫൈറ്റെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ എവിടെ നിന്നാ ഫൈറ്റ്? വീട്ടിനകത്ത്. സ്വന്തം മോനെ എന്ത് ചെയ്യുകയാണ്? എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. അപ്പനെ തകർക്കാൻ ഈ മകൻ കൂട്ടുപിടിച്ചത് വേറെ ആരുമല്ല, അപ്പൻ്റെ വിശ്വസ്ത പ്രവാചകനായ അഹിത്തോഫേലിനെ കൂട്ടുപിടിച്ചു. അഹിത്തോഫേൽ പറയുന്നതനുസരിച്ചായിരുന്നു ദാവീദ് ചലിക്കുന്നത്. പക്ഷേ മോൻ ഇത്തിരി സ്തോത്രക്കാഴ്ച അഹിത്തോഫേലിന് കൂട്ടി നിന്നപ്പോൾ, സ്തോത്രക്കാഴ്ച കൂടുതൽ കൊടുത്തപ്പോൾ, ഇന്നലെ വരെ കൂടെ നടന്ന ദാവീദിനെതിരെ ദാവീദിൻ്റെ തലമുറയായ അബ്ശലോമിനോട് കൂടെ ചേർന്ന് നിന്ന് ദൂത് പറയാൻ തുടങ്ങി. അപ്പൻ യെരുശലേമിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവത്തിൽ പോകുമ്പോൾ വീട്ടിൽ മോൻ പ്രവാചകനെ വിളിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ വിഷയം അപ്പൻ വരുന്നതിന് മുന്നേ വഴിക്ക് വെച്ച് അപ്പൻ എങ്ങനെ തട്ടാം, അപ്പൻ ഇരിക്കുന്ന കസാരയിൽ എനിക്ക് എങ്ങനെ കയറി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയപ്പെടുക. ഈ വീട്ടിനകത്തുള്ളവർ നമുക്കെതിരായി മാറിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്നു വീണ തലമുറ നമുക്കെതിരായി മാറിയാൽ, നമ്മൾ പോലും അറിയാതെ ശത്രുക്കൾ നമുക്ക് വർദ്ധിക്കും. നമ്മൾ പോലും അറിയാതെ ചോദിക്കും, പാസ്റ്റർ അതെങ്ങനെയാണ് വർദ്ധിക്കുന്നതെന്നല്ലേ? നിങ്ങൾ കേൾക്കണം. ഞാൻ താമസിക്കുന്നത് മരുദൂരാണ്. എൻ്റെ അപ്പൻ ഒരു പാസ്റ്ററാണ്. പ്രിയ ഡോക്ടർ സദാനന്ദൻ അങ്കിളിന് വളരെ വ്യക്തമായിട്ട് എൻ്റെ ഫാദറിനെ അറിയാം. പാസ്റ്റർ കോട്ട്രുപ്പി ജോയ്ക്കുട്ടി എന്നാണ് എൻ്റെ പിതാവിൻ്റെ പേര്. എന്നെക്കാളും വളരെ തിരക്കേറിയ ശുശ്രൂഷയിൽ നിൽക്കുന്നൊരു ദൈവമനുഷ്യനാണ്. ഞാൻ പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് എൻ്റെ പിതാവിൻ്റെ പേരിൽ വെച്ചാണ് അറിയപ്പെടുന്നത്. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ പിതാവിനെ അറിയാമായിരിക്കാം, അറിയില്ലായിരിക്കാം. എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറയാം. പ്രിയ സ്റ്റാൻലി പാസ്റ്റർ, അനീഷ് പാസ്റ്റർ എൻ്റെ പിതാവുമായിട്ട് വലിയ അടുപ്പമാണെന്നിരിക്കട്ടെ. എനിക്കറിയത്തില്ല പാസ്റ്ററിന് എൻ്റെ അറിയാവോ? ഇവിടെ വന്നിട്ടുണ്ടോ? ഈ ചർച്ചിൽ വന്നിട്ടില്ല. എൻ്റെ പിതാവിനെ അറിയാമായിരിക്കാം. ജോയ്ക്കുട്ടി പാസ്റ്റർ എന്ന് പറയുമ്പോൾ അനീഷ് പാസ്റ്ററിന് ഉണ്ടാകുന്ന, അദ്ദേഹം കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഒരു പാസ്റ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ പിതാവിനെ നല്ലൊരു ഉയർന്ന പൊസിഷനിലായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നേ കാണുന്നു. ദൈവപുരുഷനായിട്ട്, ഒരു ദൈവമനുഷ്യനായിട്ട്, ഒരു അഭിഷക്തനായിട്ട് കാണുന്നു. വളരെ കാര്യമാണ്, വളരെ സ്നേഹമാണെന്ന് ഇരിക്കട്ടെ. എൻ്റെ അപ്പനെക്കുറിച്ച്, എൻ്റെ പിതാവിനെക്കുറിച്ച് ഒരു പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് നാലാഞ്ചിറയ്ക്കടുത്ത് മരുദൂർ, ആ ഒരു ഏരിയയിലുള്ള ഒരു ദൈവദാസൻ ഇവിടെ ശുശ്രൂഷിക്കാൻ വരുന്നപ്പോൾ എൻ്റെ പിതാവിനെക്കുറിച്ച് എന്തെങ്കിലും റോങ് ആയിട്ടൊരു ഇൻഫോർമേഷൻ അനീഷ് പാസ്റ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് കേട്ടാലും ആ പറഞ്ഞ കാര്യം വളരെ കാര്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യത്തില്ല, ചിലപ്പോൾ എടുക്കത്തില്ല. ചിലപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം, ഒരു കാര്യത്തെക്കുറിച്ച് ആ ദൈവദാസൻ്റെ പേരുണ്ടാകുന്ന അഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിരോധമായി അസൂയയിൽ സംസാരിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ പറയാം, നമ്മൾ പലരെയും കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളല്ല. മനസ്സിലാവുന്നുണ്ടോ? നാട്ടുകാരും അയൽവക്കക്കാരും ഇവരൊക്കെ പറയുന്നതെന്നെല്ലാം അതുപോലെ എടുക്കുകയും ചെയ്യരുത്, വിശ്വസിക്കുകയും ചെയ്യരുത്. ഒരു ഭാഗം കേട്ടിട്ട് നമ്മൾ ഒരു വിഷയത്തിന് കൺക്ലൂഷൻ എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത്. ഇപ്പോൾ ഞാൻ ശുശ്രൂഷയിൽ കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ ദേശത്തുള്ള മറ്റുള്ള ഏതെങ്കിലും ദേവദാസന്മാർക്ക് എൻ്റെ ശുശ്രൂഷയുടെ വളർച്ചയിൽ എന്നെക്കുറിച്ച് അഭിഷേകം ഒരു അസൂയ ഉണ്ടെങ്കിൽ അവർ പുറത്തു, ജിബിൻ പാസ്റ്റർ എങ്ങനെ ഉണ്ടാ, നമ്മുടെ അയലത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ മതി. ചിലപ്പോൾ എൻ്റെ മിനിസ്ട്രി എന്താണെന്ന് അനുഭവിച്ച വ്യക്തിയായിരിക്കത്തില്ല. എന്നെ ചിലപ്പോൾ നേരിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷേ എൻ്റെ ശുശ്രൂഷ എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിഞ്ഞുകൂടാത്തവരായിരിക്കാം. പക്ഷേ അവർ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു അസൂയയുടെ മണ്ഡലം ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുക. പക്ഷേ ഞാൻ ഈ സഭയിൽ ശുശ്രൂഷിക്കാൻ വരുമ്പോൾ എൻ്റെ അപ്പനെ നിങ്ങൾക്കറിയാം, പാസ്റ്ററിനറിയാം. എൻ്റെ അപ്പൻ്റെ രക്തത്തിൽ നിന്ന് പിറന്നു വീണ മകനാണ് ഞാൻ വന്ന് എൻ്റെ അപ്പനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിനകത്ത് വേറെ കൂടുതലായിട്ടൊന്ന് ചിന്തിക്കാൻ. കാരണം നമ്മൾ ചിന്തിക്കും, ഒരിക്കലും ഒരപ്പനെക്കുറിച്ച് ഒരു മകൻ ഒരിക്കലും മോശമായിട്ട് എന്ത് ചെയ്യത്തില്ല. പുള്ളി പറയുന്നതിൽ എന്തോ ഒരു കാര്യം. എൻ്റെ അപ്പനെക്കുറിച്ച് എന്നിൽ നിന്നൊരു മോശമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാളെ അനീഷ് പാസ്റ്റർ എൻ്റെ അപ്പനെ കാണുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു സ്നേഹവും ഒരു ഇതൊന്നും ജസ്റ്റ് കണ്ട സ്ഥിതിക്കൊന്ന് കൈ കൊടുത്തിട്ട് പാസ്റ്ററെ കാണാമെന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ പഴയ ഒരു സ്നേഹം എന്ത് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ?
അതാ ഞാൻ പറഞ്ഞത്. പുറത്തുള്ളവർ പറയും പോലെയല്ല അകത്തുള്ളവർ പറഞ്ഞത്. ഞാൻ മുഖാന്തരം, ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എൻ്റെ അപ്പനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരെയും എൻ്റെ അപ്പന് വിരോധമാക്കി മാറ്റാൻ എനിക്ക് പറ്റും. നാട്ടുകാർക്ക് പറ്റിയില്ലെങ്കിലും ആർക്ക് പറ്റും? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ സിസ്റ്റർ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബാക്കിലായി സ്പെക്സ് വച്ചിരിക്കുന്നത്. സ്വന്തം മകൻ വിരോധമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും എന്താകും? അതാണ് 3-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം, യഹോവ എൻ്റെ വൈരികൾ എത്ര, തനിക്ക് പോലും അറിഞ്ഞൂടാത്തവർ തനിക്കെതിരെ നിൽക്കുകയാണ്. ദാവീദിന് പോലും അറിഞ്ഞൂടാത്തവർ തനിക്കെതിരെ. നാട്ടുകാർ വരെ പറയാൻ തുടങ്ങി, സ്വന്തം മോൻ അതിരെതിരായി കൊല്ലാൻ നടക്കുകയാണ് പുള്ളിയെ. ദൈവം വരെ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, സ്വന്തം അപ്പന് വിരോധമായി ഒരു തലമുറ അമ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും? ഇവൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് കിട്ടിയത്. ദൈവത്തിന് പോലും ഇദ്ദേഹത്തെ പറയത്തില്ലേ? സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അമ്പ് തനിക്കെതിരെ വർദ്ധിക്കുന്നു. പക്ഷെ ഈ വിഷയത്തിന്റെ നടുവിൽ ദാവീദ് അത് ഡീൽ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ആ സ്ഥലത്ത് നിന്ന് അപ്പോൾ അങ്ങോട്ട് മാറുകയാണ്. എന്ത് ചെയ്യുകയാണ്? ഞാൻ ചോദിക്കട്ടെ, നമ്മളാണ് ദാവീദിന്റെ സ്ഥാനത്ത് നമ്മുടെ മക്കൾ ഇങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ഇങ്ങനെ യെരുശലേമിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു വിവരം നമ്മുടെ മക്കൾ നമുക്ക് വിരോധമായി നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പവറുണ്ട്, നമുക്ക് പടയാളികളുണ്ട്, ആ ഒരപ്പൻ്റെ അധികാരം നമുക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് പോവോ അതോ വീട്ടിൽ കയറി പോവും? പറ. മിണ്ടുന്നില്ലല്ലോ. അന്ന് തിരുമല മുഴുവനും നമ്മുടെ വീട്ടിലെ ബഹളം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അന്ന് നാട്ടുകാർ മുഴുവൻ എന്ത് ചെയ്യും? പിന്നെ കോടതിയായി, വക്കീലായി, കേസായി, അടിയായി, പിടിയായി, ബഹളമായി. ദാവീദ് അവിടെ ചെയ്ത ഒറ്റ കാര്യം, ഇപ്പം അങ്ങോട്ട് പോണ്ട, ഇപ്പോഴെന്ത് ചെയ്യണ്ട, അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യട്ടെ, ഞാൻ ദൈവത്തിൽ അങ്ങ് മറഞ്ഞിരിക്കാൻ പോവാണ്. ഇത്രയും പദങ്ങൾ ദാവീദിനെ നോക്കി നാട്ടുകാർ പറഞ്ഞു, ദൈവത്തിങ്കൽ നിന്നുപോലെ അവന് ദൈവത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തിലും അവൻ്റെ വചനത്തിലും പുകഴും. അല്ലേ? ഞാൻ ദൈവത്തിലും അവൻ്റെ വചനത്തിലും എന്ത് ചെയ്യും? വചനത്തിനകത്ത് അതിനകത്ത് മുഴുകി ജീവിക്കുന്നവനാണ് ദാവീദ്. ഇത്രയൊരു വിഷയം തനിക്കെതിരെ വന്നപ്പോൾ നിൽക്കാൻ പോലും കഴിയാത്ത, തൻ്റെ അടിസ്ഥാനത്തെ ഇളക്കി മറിക്കുന്ന തലത്തിലുള്ള ഒരു വിഷയം ദാവീദിനെതിരെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ പദം എന്നാണെന്നറിയാവോ? വചനം ഇവിടെ വാളായിട്ടല്ല ഉപയോഗിച്ചത്, പരിചയമായിട്ട് ഉപയോഗിച്ചു. നമുക്ക് വചനം വാളായിട്ട് ഉപയോഗിക്കാം, പരിചയമായിട്ടും. സ്വതന്ത്രം പറഞ്ഞേ. വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ദാവീദിന് തൻ്റെ മകനായ അബ്ശലോമിനെ ശപിക്കാം. എന്ത് ചെയ്യാം? ശപിക്കാം. അല്ലെങ്കിൽ താൻ അവിടെ നിന്ന് പറയാം, നിങ്ങൾ ഞാൻ വരുന്നില്ല, അവൻ എവിടെയാണെങ്കിലും അവനെ തെരഞ്ഞു പിടിച്ച് വെട്ടി എന്ത് ചെയ്യുന്നോണം, മകനാണെന്നുള്ള ഒരു കോംപ്രമൈസും കാണിക്കേണ്ട, അവൻ എന്ത് ചെയ്തേക്കണം, കൊന്നേക്കണമെന്ന് എന്ത് ചെയ്യാം? പറ. അങ്ങനൊരു പദം ദാവീദ് പറഞ്ഞിരുന്നെങ്കിൽ അത് വചനമായിട്ട് എന്ത് ചെയ്തേനെ, എഴുതി വെച്ചേനെ. അത് വചനമായിട്ട് അവിടെ എഴുതി വെച്ചേനെ. പക്ഷേ ഇത്രയും ശക്തികൾ തനിക്കെതിരെ വർദ്ധിച്ചപ്പോൾ ദാവീദ് പറഞ്ഞ പദം കണ്ടോ? 3-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, യഹോവേ നീ എനിക്ക് ചുറ്റും, പറ, എൻ്റെ പരിചയം, എൻ്റെ മഹത്വവും, എൻ്റെ തല ഉയർത്തുന്നവനും. ഇത് തടയുകയാണ്. ആത്മനിറവിൽ നിന്ന് ഇതുകൊണ്ട് ഞാൻ പറയാം, ആത്മനിറവിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ തടയുന്നു. പുള്ളി പറഞ്ഞ പദം കണ്ടോ? നീയോ യഹോവേ എനിക്ക് വൈരികൾ പെരുകിയാലും എൻ്റെ ചുറ്റും ശത്രുക്കൾ എഴുന്നേറ്റാലും എന്നോട് എതിർക്ക
വെറുക്കുന്നവർ പെരുകിയാലും, എൻ്റെ രക്തത്തിൽ നിന്ന് പിറന്നു വീണ മകൻ എനിക്കെതിരെ എഴുന്നേറ്റ് എനിക്കെതിരെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താലും ദൈവം എനിക്ക് ചുറ്റും പരിചയമായിട്ട് നിൽക്കും. ദൈവം എനിക്ക് ചുറ്റും പരിചയമായിട്ട് നിൽക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽ ആത്മനിറവുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല വിഷയങ്ങളുടെ നടുവിലും ദൈവം നിങ്ങൾക്ക് ചുറ്റും പരിചയമായിട്ട് ഈ പകൽ നിൽക്കാൻ പോകുകയാണ്. പരിചയമായിട്ട് ഇവിടെ വചനം പരിചയമായി വെളിപ്പെടുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ഈ മൂന്നാമത്തെ പകൽ ഒരു ദുഷ്ടശക്തികൾക്കും നിന്നെ തൊടാൻ പറ്റാത്ത രീതിയിൽ വചനം ഒരു പരിചയമായി. ഇപ്പോൾ ഇത് വാളായിട്ടല്ല, ഇത് പരിചയമായി ഉപയോഗിക്കാനുള്ള ഒരു ജ്ഞാനം പരിശുദ്ധാത്മാവ് തരികയാണ്. അപ്പോൾ നമുക്ക് വചനം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? വചനം പരിചയമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, വാളായിട്ടും. പക്ഷെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരുന്നതാണ് ആത്മനിറവ്. ആത്മനിറവില്ലാത്തവൻ ഇത് ഉപയോഗിക്കാൻ പരിചയമായിട്ട് പിടിക്കേണ്ടടുത്ത് വാൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ജീവിക്കണം. ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ യുക്തിപൂർവം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ജഡമൊക്കെ ഇളകി വരും. നമ്മുടെ ജഡം എന്ത് ചെയ്യും? രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് എന്ത് ചെയ്യും? ഈ കാര്യത്തിൽ ഇങ്ങനെ വിഷയത്തെ ഈ രീതിയിൽ പരിഹരിക്കണമെന്ന് തോന്നുന്നു, പക്ഷെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. പക്ഷെ നമ്മളത് യുക്തിപൂർവം ആത്മനിയോഗത്തിലെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതായി വരുമെന്ന് പറയുന്ന പ്രശ്നത്തെ നീ പോലും അറിയാതെ അതിനെ വളരെ സോൾവായിട്ട് നിന്നെയോ നിന്റെ തലമുറയോ നിന്റെ കുടുംബത്തെയോ അത് ബാധിക്കാതെ വണ്ണം ആ വിഷയത്തെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കുവാൻ ആത്മനിറവിന് കഴിയുമെന്ന് ഒന്ന് കരമടിച്ചു കർത്താവിന് മഹത്വം കൊടുക്കുക. നീ നേരിടുന്ന ഏതൊരു വിഷയത്തെയും വളരെ സിമ്പിളായിട്ട്, നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ തലമുറയ്ക്ക് വിരോധമായി നേരിടുന്ന ഏത് വലിയ പ്രശ്നങ്ങളെയും അത് വലുതാകുമെന്ന് പിശാച് പറഞ്ഞു, നാട്ടുകാരറിയുമെന്ന് പിശാച് പറഞ്ഞു. പക്ഷേ അതിനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ജഡത്തിൽ വിഷയങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. ഒരാത്മനിറവുണ്ടെങ്കിൽ വലിയ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാം? വളരെ സിമ്പിളായിട്ട്. വിഷയങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ അത് കുടുംബത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതാകട്ടെ, തലമുറകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാകട്ടെ, സഭാപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാകട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാകട്ടെ, അത് ഏത് സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണെങ്കിലും എന്നോട് കർത്താവ് പറയുന്നു, ആത്മാവ് ജ്ഞാനം തരാൻ പോവുകയാ. ഒരു വിഷയം കോംപ്ലിക്കേറ്റഡ് ആകാതെ വണ്ണം, അത് വയലൻസിലേക്ക് പോകാതെ വണ്ണം, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ വണ്ണം, അതിങ്ങനെ തീരുമെന്ന് പിശാച് വിധി എഴുന്നെടുത്ത് നീ പോലും അറിയാതെ വളരെ നൈസായിട്ട്, വളരെ സിമ്പിളായിട്ട് ആത്മാവ് ചില വിഷയങ്ങൾക്കകത്ത് നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരികയാണ്. ഈ ഉപവാസ പ്രാർത്ഥന ദൈവസഭയ്ക്കൊരു ഗുണമാകണം, ദൈവജനത്തിനൊരു ഗുണമാകണം, സഭയ്ക്കൊരു ഗുണമാകണം. ഈ വെറുതെ ഒരു പ്രാർത്ഥനയായി തീരാനല്ല, വെറുതെ ഒരു സന്ദേശം കേട്ട് പോകാനല്ല. ഇന്ന് പകൽ പറയുന്ന വചനം സഭയ്ക്കൊരു ഗുണമായി മാറണം. ഓ രബ ശംദര ജനാദി വികല പ്രഭാതര ഹന്തൽ ഖമാന ഹസ്തല പ്രഭാതിയാര വികൽ ഖമാന ഹസ്തൽ പ്രഭാതി. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങളെ ദൈവാത്മാവ് അഴിച്ചു പണിയുകയാണ്. വിഷയങ്ങളെ വഷളാക്കി വലുതാക്കി അതിനെ പെരുപ്പിച്ച് ദേശത്ത് പോലും നിൽക്കാൻ കഴിയാത്ത അളവിൽ തീർക്കുമെന്ന് പറയുന്ന ചില പ്രശ്നങ്ങളെ ദൈവാത്മാവ് വളരെ സിമ്പിളായിട്ട് ദൈവാത്മാവ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുന്നു.
ഇന്ന് പകൽ ഈ ദൂത് ഇന്ന് പകൽ ഈ ചർച്ചിനകത്തിരുന്ന് കേൾക്കുന്ന ഈ ജനത്തിന് മാത്രമല്ല, നാളുകളിൽ ഇത് ഓൺലൈനിൽ വന്ന് ആമേൻ കേൾക്കാൻ പോകുന്ന ജനത്തോട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ തകർച്ചയിലേക്ക് പോകത്തില്ല. എത്ര കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന് പറയുന്ന വിഷയങ്ങളെയും, എത്ര വലിയ പ്രശ്നങ്ങളായി തീരുമെന്ന് പറയുന്നത്, നിന്റെ വീട്ടിനകത്ത് നിന്റെ ഭർത്താവിനെ അമ്പായിട്ട്, നിന്റെ ഭാര്യയെ അമ്പായിട്ട്, നിന്റെ തലമുറയെ അമ്പായിട്ട്, നിന്റെ അയൽവക്കക്കാരെ അമ്പായിട്ട്, നീ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള വ്യക്തികളെ നിനക്കെതിരെ അമ്പായിട്ട്, അത് വലിയ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് നിനക്കെതിരെ പറയുന്ന വിഷയങ്ങളെ ആത്മനിറവിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന് പറയുന്ന വിഷയങ്ങളെ നിസ്സാരമായി പരിഹരിക്കാനുള്ള ഒരു ദൈവിക ജ്ഞാനം പരിശുദ്ധാത്മാവ് തരികയാണ്. പരിശുദ്ധാത്മാവ് തരികയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ കരമടിച്ച് അത് ഏറ്റെടുത്ത് ആരാധിച്ചോട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസം വിടുതലാണ്, ഈ ജനത്തിന് വിടുതലാണ്. വലുതായി വരുന്ന ചില പ്രശ്നങ്ങളെ ദൈവം നിസ്സാരമായി അതിനെ എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിച. ഞാൻ പറയാം, വചനം നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല, വചനം നമ്മുടെ അതരത്തിനകത്തിരുന്നിട്ട് കാര്യമില്ല. ഈ വചനം ഉപയോഗിക്കാൻ പഠിക്കണമെങ്കിൽ ആത്മനിറവ് വേണം. ഇത് ജഡത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, ഇത് മാനുഷികമായി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഈ വചനം ആത്മാവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവശക്തി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഒത്തിരി വചനങ്ങൾ കാണാതെ പഠിച്ചതിലല്ല അർത്ഥം. നമ്മൾ പഠിക്കണം, വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ കാണാതെ പഠിച്ച് നിറച്ച വചനത്തെ അതിനെ ആത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇന്ന് പകൽ അങ്ങനെ ഒരു ആത്മാവിന്റെ നിറവ്, യേശു ആത്മാവിൽ നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങിയതുപോലെ മരുഭൂമിക്കകത്ത് യേശുവിന്റെ അടുക്കൽ വന്ന പൈശാചിക മണ്ഡലങ്ങളെ വചനത്താൽ ജയിച്ചതുപോലെ സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന പിശാചിനെ യേശു നേരിട്ടത് വചനം വെച്ച. കുത്തി നിറച്ചൊത്തിരി വചനമൊന്നും പറഞ്ഞില്ല, പറയേണ്ട വചനം ഒന്നേ പറഞ്ഞുള്ളൂ. മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ഇതൊരു പരിചയമാണ്. ഇതൊരു ബലഹീനതയെ നോക്കി അടിക്കാൻ വന്ന പിശാചിനെ വചനമെന്ന പരിചയ വെച്ച് തടുക്കുകയാണ്. പക്ഷേ ഈ വചനം കർത്താവ് വാളാക്കിയെടുത്തു. എപ്പോഴെന്നറിയാവോ? ഒരു ഉയർന്ന ഗോപുരത്തിങ്കൽ കൊണ്ടു നിർത്തിയിട്ട് ചാടാൻ പറഞ്ഞു. ദൂതന്മാർ നിന്നെ എന്ത് ചെയ്തോളും? തായിക്കോളും. അപ്പോൾ യേശു പറഞ്ഞു, പിശാച് എന്നെ വിട്ട്. അവിടെ വചനം വാളായിട്ട് ഉപയോഗിച്ചു. എന്നിട്ടൊരു വലിയ മലയെ കൊണ്ടെടുത്ത് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു വണങ്ങാൻ പറഞ്ഞു. കർത്താവ് അവിടെ വചന പരിചയമായിട്ട് പോയി. എൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ യാതൊന്നിനെ വണങ്ങാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒത്തിരി വചനം നമ്മുടെ അകത്തുള്ളതിലല്ല കാര്യം, വചനം നമ്മൾ ഉപയോഗിക്കേണ്ടെടുത്ത് പരിചയമായിട്ട് വാളായിട്ട് ഉപയോഗിക്കണം. ഇന്ന് പകൽ ഈ വചന രണ്ട് തലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുക. കേട്ടോ മക്കളെ, ചിലയിടങ്ങളിൽ വചനം പരിചയമാക്കണം, എന്നാൽ ചില മേഖലകളിൽ വചനത്തെ വാളാക്കണം. വചനത്തെ വാളാക്കണം. എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ബോധ്യം വരുത്തി തരുന്നതാണ് ആത്മനിറവ്. ഞാനൊരു കാര്യം പറയാം, വചനം നമ്മുടെ അകത്തില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. ദൂത് കേട്ട് ജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയും എനിക്ക് പ്രവചനമുണ്ട്, പ്രവചനം നിങ്ങളെ ജയിപ്പിക്കത്തില്ല. പ്രവചനം ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. പക്ഷെ വചനം ഉള്ളവൻ ദൂതുണ്ടെങ്കിലും എത്ര ദൂത് കേട്ടിട്ടും അത് നിറവേറിയില്ലെങ്കിലും അവൻ പിന്മാറ്റത്തിൽ പോകത്തില്ല. കാര്യം അറിയോ? അവനെ നിർത്തിയിരിക്കുന്നത് പ്രവചനമല്ല, വചനമാണ്. സ്തോത്രം പറഞ്ഞേ, കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പോൾ വീട്ടിൽ നിന്ന് തലമുറ എഴുന്നേറ്റു. അബ്ശലോം സ്വന്തം മകൻ അപ്പന് വിരോധമായിട്ട് എഴുന്നേറ്റു. അപ്പന് വിരോധമായിട്ട് മകൻ എഴുന്നേറ്റപ്പോൾ ശത്രുക്കൾ പെരുകി. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശത്രുക്കൾ, വീട്ടിൽ നിന്ന് ഒരൊറ്റാൾ എഴുന്നേറ്റതാ. ഈ വീട്ടിൽ നിന്ന് ശത്രു എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ,
ഈ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്ന ശത്രു അപ്പനുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും ഫോൺ വിളിച്ച് പറയും. പിന്നെ പുള്ളി ഇങ്ങനെ ഈ അന്ന് പോയി സംസാരിക്കും. ഇപ്പോൾ ഫോണുള്ളതുകൊണ്ട് ആരെ വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ. എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, എൻ്റെ അപ്പൻ ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ് 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 ശത്രുക്കളെ പെരുക്കി. ഞാൻ ചോദിക്കട്ടെ, ദാവീദ് നിൽക്കുന്നത് ഒരു സാധാരണ പ്രശ്നത്തിനകത്താണോ? പറ. ഒരു ചെറിയ പ്രശ്നമാണോ? സ്വന്തം മോൻ കൊല്ലാൻ നിൽക്കുന്നു. ഈ കൊല്ലാൻ നിൽക്കുന്ന മോൻ എല്ലാവരെയും ശത്രുക്കളാക്കി. ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധ സന്നാഹങ്ങളുമായിട്ട് ജനം ഇറങ്ങിത്തിരിക്കുക. എതിർക്കുന്നവർ ഒത്തിരികൾ, ശത്രുക്കൾ പെരുകി. ഇതിൻ്റെ നടുവിൽ ദാവീദിൻ്റെ കയ്യിൽ പടയാളികളുണ്ടായിട്ടും ദാവീദ് പടയാളികളെയല്ല പരിചയമായിട്ട് നിർത്തിയത്, യഹോവയെ പരിചയമാക്കി നിർത്തി. ആരെ നിർത്തി? നമ്മളാണെങ്കിൽ മോൻ ഒരു സൈഡിൽ നിന്ന് ഒരു കുറേ കൂട്ടുകാർ വിളിക്കുമ്പോൾ അപ്പൻ മറു സൈഡിൽ നിന്ന് മോനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു കൂട്ടം എന്ത് ചെയ്യും? ഇപ്പം അപ്പൻ്റെ ഭാഗത്തേക്കുന്ന ഒരു കൂട്ടം മോൻ്റെ ഭാഗത്തേക്കുന്ന രണ്ട് ചേരിയാക്കും. ഇവിടെ മോൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അപ്പൻ ആരെയും വിളിക്കുന്നില്ല. കൂടെ നിൽക്കുന്നവരോടൊക്കെ പറഞ്ഞു, മോനെ ഒന്നും എന്ത് ചെയ്യരുത്, അവനെ കണ്ടു കഴിഞ്ഞാൽ അവനൊന്നും എന്ത് ചെയ്യരുത്. അത് അപ്പൻ്റെ ആഗ്രഹമാണ്. പക്ഷെ അവൻ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. അവൻ പേടിച്ച് അല്ലേ ഇങ്ങനെ പോകുമ്പോൾ, കാട്ടിനകത്തൂടെ പോകുമ്പോൾ അവൻ്റെ തലമുടി കരുവേലകത്തിൽ എന്ത് ചെയ്തു, കുരുങ്ങി ചുറ്റിക്കിടക്കുക. ഇവനിങ്ങനെ ചുറ്റിക്കിടക്കുന്നത് ആടെ മുമ്പിൽ, ദാവീദിൻ്റെ പടയാളികളുടെ മുമ്പിലാണ് വിട്ടത്. അപ്പം പറഞ്ഞു, മക്കളെ എന്ത് ചെയ്യരുത്, കൊല്ലരുത്. പക്ഷേ അവന്മാർ എന്നാ ചെയ്തേ, തൂങ്ങിക്കിടന്നവനെ കുത്തി. അപ്പം പറഞ്ഞിട്ടാണോ കുത്തിയേ? അല്ല, അപ്പം പറഞ്ഞിട്ടാണോ കുത്തിയേ? കുത്തിയിട്ട് തീർന്നോ? അവനെ കുത്തി താഴെ ഇട്ടിട്ട് ഒരു പൊട്ടക്കിണറ്റി ഇട്ടിട്ട് തീർന്നില്ല. ഒരു വലിയ പാറക്കല്ല് ഉരുട്ടി ആ പൊട്ടക്കിണറ്റി. മനസ്സിലാകുന്നുണ്ടോ? സ്വത്രം പറഞ്ഞേ. പക്ഷെ അപ്പം പറഞ്ഞ് എന്ത് ചെയ്യരുത്, കൊല്ലരുത്, അവനെ ഒന്നും ചെയ്യരുത്, അവനെ വെട്ടിക്കളയരുത്. അപ്പൻ വെട്ടരുതെന്ന് പറഞ്ഞിട്ടും അപ്പൻ്റെ പടയാളികൾ എന്ത് ചെയ്തു, വെട്ടി. കാര്യം എന്നറിയാവോ? എന്നെ ആ ഭാഗം വളരെ ആഴമായിട്ട് ചിന്തിപ്പിച്ചു. എന്തുകൊണ്ട് വെട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ട് വന്നാലും, ഇന്നവൻ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ഒരു സോഫ്റ്റ് കോൺട്ര വെച്ച് ഇവൻ എന്തു ചെയ്യും, വീണ്ടും അപ്പൻ അണയ്ക്കും. നാളെ ഇവൻ ആരും കാണാതെ പാലിനകത്ത് വിഷം കൊടുത്തു വന്നാലോ? മനസ്സിലാകുന്നുണ്ടോ? ഈ ശരിയാകത്തില്ല എന്നുള്ളതിനൊക്കെ അപ്പൻ അങ്ങ് വെട്ടിക്കളയും. എന്തു ചെയ്യും? സ്തോത്രം പറ. ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെന്ന് ഓർത്ത് വിലപിക്കേണ്ട, ഭാരപ്പെടണ്ട. എന്തു ചെയ്യണ്ട? അതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതികളെ മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ചില റിയാലിറ്റികളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ വചനത്താൽ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അത് നമ്മൾ ആ തലത്തിൽ അംഗീകരിച്ചില്ലെങ്കിലുള്ളതുണ്ടോ പ്രിയരെ, നമ്മൾ ആത്മാവിൽ ഡിസ്കറേജ് ആകും. നമ്മൾ ആത്മാവിൽ മടുത്തു പോകും, പിന്മാറ്റത്തിലേക്ക് പോകും. ഞാൻ പറയുന്ന പദങ്ങൾ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കാൻ പറയുന്നതല്ല, വചനത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള റൂട്ട് ഞാൻ പറയുന്നതാണ്. എന്നാൽ നമ്മൾ വന്നു നിൽക്കുന്നത് കൃപായുഗമാണ്, പുതിയ നിയമകാലഘട്ടത്തിലാണ്. ഏത് തകർന്നു പോയതിനെയും പണിത് നേരെയാക്കി ഏത് മാറാത്തവനെയും മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഏത് മാറാത്തവനെയും മാറ്റാൻ. സ്തോത്രം പറ. നിങ്ങൾ ശ്രദ്ധിക്കണം, പുതിയ നിയമത്തിനകത്ത് പത്രോസ് യേശു കർത്താവിനെ ഒറ്റയ്ക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? പോയി അവനെ തള്ളിക്കളഞ്ഞോ? പത്രോസ് ചെയ്തതിൻ്റെ അത്ര വലിയ കാര്യമൊന്നും ആര് ചെയ്തില്ല? യൂദ ചെയ്തില്ല. യൂദ 30 വെള്ളിക്കാശിന് ജസ്റ്റ് അത് കാണിച്ചു കൊടുത്തേ ഉള്ളൂ. പക്ഷെ പത്രോസ് തള്ളിപ്പറഞ്ഞു. പക്ഷെ യൂദ തട്ടിപ്പോയി. പത്രോസിനെ അന്ത്യകാല ഉണർവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതന്നെ അങ്ങനെ സംഭവിച്ചേ. കർത്താവിനറിയാം
ആരെ ചേർത്ത് നിർത്തണമെന്നറിയാം. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറ. നമ്മുടെ കൈ വിട്ട് പോയതിനെ ഓർത്ത് എന്ത് ചെയ്യരുത്, ദുഃഖിക്കരുത്. ദൈവത്തിന് മടക്കി കൊണ്ടുവരേണ്ടതിനെ അത് ഏത് അഗാധ കൂപത്തിൽ പോയാലും സ്വർഗം മടക്കി കൊണ്ടുവരും, കൊണ്ടുവന്നിരിക്കും. കർത്താവ് കൊണ്ടുവന്നിരിക്കും. സ്തോത്രം പറഞ്ഞേ. ദാവീദ് പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. അടുത്ത പദം എന്നെ ചിന്തിപ്പിച്ചു, എൻ്റെ മഹത്വവും. അടുത്ത പദം, എൻ്റെ തല ഉയർത്തുന്നവനും. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം തലമുറ അപ്പന് വിരോധമായി നിന്നാൽ ആ അപ്പൻ്റെ തല ഉയരുവോ താഴുവോ? പറ മക്കളെ. ഞാൻ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മക്കളോട് പറയാം, ഈ 3 മക്കളോട് ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും തല ഉയർത്തുന്നവരാകണം. ഒരിക്കലും നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും തല ഒരു സാഹചര്യത്തിലും ഒരു വ്യക്തിയുടെ മുമ്പിലും നിങ്ങൾ മുഖാന്തരം താഴുവാൻ ഇടവരരുത്. കേട്ടോ മക്കളെ, കേട്ടോ. നിങ്ങൾ 3 പേരും ഒരു വീട്ടിലുള്ളതാണ് അല്ലല്ലോ. 3 പേര് 3 വീട്ടിലുള്ള നിങ്ങൾ സിസ്റ്റേഴ്സ്, മോള് വേറെ. ഞാനിന്ന് പകൽ ആത്മാവിൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ മുഖാന്തരം, നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടമാണ്, ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ തല ഉയർത്തുന്നവരാകണം. അപ്പൻ്റെ അമ്മയുടെ തല ഉയർത്തുന്നവരാകണം. അപ്പനെയും അമ്മയും ഒരു സാഹചര്യത്തിലും ഒരു മേഖലയിലും ഒരു ചോദ്യചിഹ്നമായി നിർത്തരുത്. നിങ്ങൾ മുഖാന്തരം ഒരു മേഖലയിലും അപ്പൻ തല കുനിച്ച് നിൽക്കേണ്ടി വരരുത്. നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അഭിമാനമായി മാറട്ടെ. കേട്ടോ മക്കളെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മോനെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ അപ്പൻ്റെ തല ഉയരണം. അതുപോലെ നിങ്ങളിലൂടെ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ തല ഉയരുമ്പോൾ അതുപോലെ ആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന സന്തോഷം വേറൊന്നും കാണത്തില്ല. നിങ്ങൾ കോടികൾ സമ്പാദിച്ചു വരുന്നതിനേക്കാളും, നിങ്ങൾ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥരാകുന്നതിനേക്കാളും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വളരെ സന്തോഷമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും തല കുനിക്കാതെ നല്ല മാതൃകപരമായിട്ട് ആത്മനിറവിലുള്ള ഒരു ജീവിതം തലമുറകൾ നയിച്ചു കഴിഞ്ഞാൽ അതുപോലെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നൊരു സന്തോഷം വേറെയില്ല. എനിക്കറിയാം, ഈ വചനം ഇന്ന് പകൽ ഈ തലമുറകളുടെ അകത്ത് കയറുന്നുണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ദാവീദിൽ നിന്ന് പറയുക, നീ യഹോവേ എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും. സ്വന്തം മകനെതിരെ നിൽക്കുമ്പോൾ തല താഴ്ത്തേണ്ട സാഹചര്യത്തിലാണ് ദാവീദ് പറഞ്ഞ്, എൻ്റെ തല ദൈവം എന്ത് ചെയ്യും? ഇത് പറയുമ്പോൾ ദാവീദിൻ്റെ അകത്തൂടെ കത്തുന്ന ഒരു തീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മകൻ അപ്പുറത്ത് വാളും വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദാവീദ് പറയാ, എൻ്റെ തല താഴത്തില്ല, ഞാൻ താഴത്തില്ല, എൻ്റെ തല താഴത്തില്ല, എൻ്റെ ദൈവം എൻ്റെ തല ഉയർത്തും. ഇന്ന് പകലിൽ തലമുറ മുഖാന്തരം താഴ്ന്നു പോയ തലകൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ അമ്മപ്പന്മാരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ തല താഴത്തില്ല കേട്ടോ. ഇന്ന് പകൽ ഈ വചനമെന്ന പരിചയം എടുത്തു പിടിച്ചോ. നിങ്ങളുടെ തല ഉയരാൻ പോവുകയാണ്, നിങ്ങളുടെ തല ഉയരാൻ പോവുകയാണ്.